ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവധിയൊക്കെ ആയിട്ട് 3 ദിവസം അടുപ്പിച്ച് ഇതിനൊരു അവധി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ലേറ്റായിട്ടൊക്കെയാണ് എണീറ്റത്. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ഇവിടെ നല്ല ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ അവർ രാവിലെ നടക്കാൻ പോകും, വൈകിട്ട് നടക്കാൻ പോകും. പിന്നെ പാത്തുവിനെ വൈകിട്ടാണെങ്കിൽ പാർക്കിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. അപ്പം ഞാൻ എണീറ്റ് വന്നിട്ട് കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് തന്നെ കമൻസും മെസ്സേജസും ഒക്കെ ഉണ്ടായിരുന്നു. ക്ഷീണമൊക്കെ മാറി വരുന്നുണ്ട്. ചെറിയൊരു ചുമയുണ്ട്, ബാക്കി എല്ലാ ക്ഷീണങ്ങളും മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ആദ്യമേ തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി നമുക്ക് കാപ്പി പരിപാടിയിലേക്ക് പോകണം. ഇതിനൊന്നും പോകണ്ടാത്തത് കൊണ്ട് തന്നെ പതുക്കെ ചെയ്താൽ മതിയാകും. അപ്പം അമ്മയും കൂടെ ഉള്ളതുകൊണ്ടാണെങ്കിലും ധൃതി വെക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പണികളും തീരും. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി അതുപോലെ തന്നെ വെള്ളക്കടല കുറുമയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെറുതായിട്ട്. അപ്പോൾ 2 സവോള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ സവോള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കടല കറി വെക്കാനായിട്ട് കുക്കർ വെച്ചിട്ട്, നമ്മൾ കുക്കറിൽ തന്നെയാണ് കറി ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത്. കുക്കർ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവോള ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പം ഞാനിത് വഴറ്റുന്ന സമയം കൊണ്ട് അമ്മ അവിടെ തേങ്ങ ചിരണ്ടാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ അരിച്ചിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ അമ്മ തേങ്ങ ചിരണ്ടിത്തരും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേങ്ങ ഒന്നിച്ച് 2 എണ്ണമൊക്കെ ഒന്നിച്ച് ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയായിരുന്നു. എന്നിട്ട് വേണ്ടത് ആവശ്യത്തിന് എടുത്തിട്ട് ഓവന് വെച്ച് ചൂടാക്കുമായിരുന്നു. ഇപ്പോൾ അമ്മ പറയും ഞാൻ അപ്പം ചിരണ്ടി തരാം, പിന്നെ എന്തിനാണ് നേരത്തെ ചിരണ്ടി വെക്കുന്നതെന്നും പറഞ്ഞ് അമ്മ പറഞ്ഞിട്ട് അമ്മ ചിരണ്ടി തരും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ദാഹശമനിയുടെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കുറുമയ്ക്ക് സവോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി, പൊട്ടറ്റോ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടല ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. ഞാനൊരു 6 വിസിലൊക്കെ കടലയ്ക്ക് വേവിക്കും കേട്ടോ. 6-7 വിസിലൊക്കെ വേവിക്കേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കുക്കാകുന്ന സമയം കൊണ്ട് ഞാൻ ചായ ഇടുന്നുണ്ട്. അപ്പോൾ ചായ ഇപ്പം 2 സെക്ഷനായിട്ട് ഇടണം, കാരണം രാവിലെ ദിനവും പാത്തും അവധി ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ട് എണീക്കുള്ളൂ. അതേസമയം അച്ഛനും അമ്മയും ഞാൻ എണീറ്റത് കൊണ്ട് തന്നെ നമുക്കുള്ളത് നേരത്തെ ഇടും. ഇനിയിപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് മാവെടുത്ത് കുഴയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പൂരിയുടെ റെസിപ്പി ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഈയിടെയും നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പൂരിയുടെ റെസിപ്പി ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് നോക്കിയാൽ മതിയാകും. അപ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കുഴയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല, സാധാരണ പോലെ തന്നെ കുഴച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൂരിക്ക് കുഴയ്ക്കുന്ന സമയം കൊണ്ട് അമ്മ ചായ എടുത്ത പാത്രങ്ങളും തേങ്ങ ചിരണ്ടിയ പാത്രവും അങ്ങനെ എല്ലാം എടുത്ത് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഒരാൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അടുത്ത ആളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ എളുപ്പം പണിയും തീരുമല്ലോ. പിന്നെ ഞാൻ കുറുമയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടെ അരയ്ക്കാൻ പോവാണ്. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കാഷ്യൂനട്ട്, അതുപോലെ തന്നെ പച്ചമുളക്, തേങ്ങ, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പെരുംജീരകം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം വെന്ത കടലയിലേക്ക് നമ്മൾ ആ തേങ്ങ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ കടുക് വറുക്കണം, നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. കടുക് വറുക്കണമെന്നുണ്ടെങ്കിൽ കടുക് വറുത്തിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അളവുകളും കാര്യങ്ങളും ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് റെസിപ്പി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൂരിക്കുള്ള മാവ് 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ എടുത്തൊന്ന് പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു റെസിപ്പി വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പാത്രം അളവിന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും. നമ്മൾ ഷേപ്പിനൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പൂരിയും ഒരേ വലുപ്പത്തിന് നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാനിവിടെ പൂരിയൊക്കെ ഒന്ന് പരത്തി എടുക്കുന്ന സമയത്ത് അമ്മ അപ്പുറത്തിരുന്നിട്ട് ഉച്ചക്കത്തേക്കിന് വേണ്ടിയിട്ട് ഇന്ന് കൊഞ്ചുതീയൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് അമ്മ ഉള്ളിയൊക്കെ പൊളിക്കുക കേട്ടോ. അങ്ങനെ പൂരിയെല്ലാം പരത്തിയതിന് ശേഷം അത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓരോ പൂരി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പല വീട്ടമ്മമാരും അനുഭവിക്കുന്ന ഒരു ദുഃഖമാണ്, ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങണമെങ്കിലോ അത്യാവശ്യമായിട്ട് ഒരു കൂട്ടം വേണമെങ്കിലോ ഭർത്താവിൻ്റെ മുന്നിലോ അച്ഛൻ്റെ മുന്നിലോ മക്കളുടെ മുന്നിലോ ഒക്കെ കൈ നീട്ടേണ്ടി വരുന്നത്. അത് ചിലപ്പോൾ 10 രൂപയ്ക്ക് വേണ്ടിയാകാം, 500 രൂപയ്ക്കാവാം, 5000 രൂപയ്ക്ക് വേണ്ടിയിട്ടുമാകാം. എല്ലാം ചെയ്തു തരുന്ന ഭർത്താവായിരിക്കാം ചിലപ്പോൾ ഒന്നും ചെയ്തു തരാത്ത ഭർത്താക്കന്മാരുമായിരിക്കാം.
ഇതിലേതാണെങ്കിലും പലതവണ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അല്ലേ. ഇനി ക്യാഷ് കയ്യിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന ഭാര്യമാരാണെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത് ചിലവാക്കുമ്പോൾ നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു പേടി തോന്നും. വേണോ വേണ്ടയോ, അതിൻ്റെ ആവശ്യമുണ്ടോ, ചോദിക്കുവോ എന്നൊക്കെ. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സമ്പാദിക്കുന്ന പൈസ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ചില ഭർത്താക്കന്മാർ ചോദിക്കും, നിനക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, നിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു തരുന്നില്ലേ എന്ന്. പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഒരു ഫീലിങ്സ് അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതേപോലെ ചിലരാണെങ്കിൽ ക്യാഷ് ചോദിച്ചാൽ എന്തിനാണ്, ഏതിനാണ്, അതിപ്പോൾ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഇത് അനാവശ്യമല്ലേ, അങ്ങനെ 100 ചോദ്യങ്ങളും ചോദിക്കും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നവരായിരിക്കണം. പഠിച്ച് ജോലി സമ്പാദിച്ചതിന് ശേഷം മാത്രം മതി വിവാഹവും കുടുംബവും ഒക്കെ. ജോലിയും ശമ്പളവും ഉണ്ടായിട്ടും ഇതേപോലെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളും നമുക്കിടയിലുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമായിരിക്കും കുറച്ച് പേരെയൊക്കെ. ജോലി ഏതുമാവട്ടെ, അത് തൊഴിലുറപ്പിലും ആവാം, ഓഫീസ് ജോലിയും ആവാം. പക്ഷേ സ്വന്തമായി പണിയെടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ക്യാഷ് എത്രയായാലും അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരുപാട് മുകളിലാണ്. ഇനി ഭർത്താവിൻ്റെയും മക്കളുടെയും കടമയല്ലേ, അവരത് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ സംതൃപ്തമായതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ എല്ലാവരുടെയും ജീവിതം അങ്ങനെ ആവണമെന്നില്ല. ഇത് സമൂഹത്തിൻ്റെ ഒരു സത്യം മാത്രമാണ്. ഈ പറഞ്ഞ ഒരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പൂരിയൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. ഞാനും അച്ഛനും കൂടെ ആദ്യം ഇരുന്നു, പിന്നെ അമ്മ പതുക്കെ വന്നു, പിന്നെ ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനവും പാത്തു എണീറ്റ് വന്നു. പാത്തു ഇരുന്ന് രാവിലെ തന്നെ കിച്ചൺ സെറ്റിൽ കളിക്കുക കേട്ടോ. ചായ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ ഇട്ട് തരുന്നുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ദിനവും പാത്തും കൂടെ പോയി പല്ല് തേച്ചിട്ടൊക്കെ വന്നു കാപ്പി കുടിക്കാനായിട്ട്. പിന്നെ രണ്ടുപേരും കൂടി ഇരുന്ന് കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങി. പാത്തു ആണെങ്കിൽ തന്നെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് തന്നെ കയറി ഇരിപ്പുണ്ട്. അവൾക്കാണെങ്കിൽ ഇങ്ങനെ കടല തന്നെ പെറുക്കി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. കറിയിൽ നിന്ന് കടല എടുത്ത് കഴിക്കാനായിട്ട്. എന്നാ കഴിക്കുന്നേ? കടല. പിന്നെ പിന്നെ കടല. എന്നാ പൂരിയാ? അങ്ങനെ അവൾ ആസ്വദിച്ച് കടലയും പൂരിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ കടല തന്നെ പെറുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ദിനവും കൂടത്തിൽ തന്നെ ഇരുന്നത് കൊണ്ട് തന്നെ അവൾ 2 പൂരിയും കടലക്കറിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായിട്ടാണ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റത്. വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെ കാപ്പി കുടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നു. ചെമ്മീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെമ്മീന് തീയൽ വെക്കുന്നുണ്ട്, അതുപോലെ പാലക്ക് തോരനും വെക്കുന്നുണ്ട്. ഈ തീയലെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ തീയലുണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറിയൊന്നും ആർക്കും വേണ്ട. അപ്പോൾ പാലക്കും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പൂർത്തിയായി. അതുകൊണ്ട് വേറെ കറികളൊന്നും നമ്മൾ വെക്കുന്നില്ല. തീയലും പാലക്ക് തോരന് പപ്പടം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ പാലക്ക് ഞാൻ തോരൻ അവിടെ ഇരുന്ന് അരിയുന്ന സമയത്തിന് അമ്മ തേങ്ങയൊക്കെ വറുത്ത് തീയൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മൺചട്ടിയിലാണ് തീയൽ വെക്കുന്നത്. ഈ സമയത്ത് അപ്പുറത്ത് ചോറും ഇരുന്ന് റെഡിയായി വരുന്നുണ്ട്. കൊഞ്ച് തീയലിൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്മ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് അതൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കൊഞ്ച് തീയൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചോറും അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഫോട്ടോ ഫ്രെയിം നമ്മുടെ 5th ആനിവേഴ്സറി ആയിരുന്നല്ലോ കഴിഞ്ഞത്. അപ്പോൾ അഞ്ജനയും ദീപക്കും കൂടെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇങ്ങനെയൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അപ്പോൾ അഞ്ജനയ്ക്കും ദീപക്കിനും ഒരുപാട് താങ്ക്സ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗിഫ്റ്റ്. ഇനിയിപ്പോൾ ഞാൻ പാലക്ക് തോരൻ വെക്കുകയാണ്. പാലക്ക് തോരൻ്റെ റെസിപ്പി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരേ റെസിപ്പി കാണിക്കുമ്പോഴത്തേക്കും കാണുന്ന നിങ്ങൾക്കും ഒരു മടുപ്പ് ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ കുഞ്ഞുരുളിക്കകത്താണ് കേട്ടോ തോരൻ വെക്കുന്നത്. അങ്ങനെ കൊഞ്ച് തീയലിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും കൊഞ്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കൊഞ്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ പാലക്ക് തോരനും കൊഞ്ച് തീയലും റെഡി ആയിട്ടുണ്ട്. പാലക്ക് തോരൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചീരത്തോരൻ പോലെ തന്നെ നമുക്ക് പാലക്ക് തോരനും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ഈ ഒരു ലഞ്ചിൻ്റെ മെനു കൊഞ്ച് തീയൽ, പാലക്ക് തോരന്, പപ്പടം,
പിന്നെന്തായിരുന്നു അച്ചാറ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്, വർത്തമാനമൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും ഇരുന്നപ്പോഴത്തേക്കും പാത്തും കൂടത്തി വന്നിരുന്നു കേട്ടോ. പാത്തുവിന് ഞാൻ നേരത്തെ ഫുഡ് കൊടുത്തതായിരുന്നു നമ്മൾ കഴിക്കാനിരിക്കുന്നതിന് മുന്നായിട്ട്. പക്ഷേ അവൾക്കിപ്പോൾ അതൊരു ശീലമാണ്, എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിലും അവൾ വന്നിരുന്ന് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ലഞ്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൽ വരട്ടാനായിട്ട് പോട്ടോ. അവലിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വരട്ടി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൽ വരട്ടി വെക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്യൂനട്ട്, നമുക്ക് എന്തുമാത്രം കാഷ്യൂനട്ട് വേണോ അതനുസരിച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മുന്തിരിങ്ങ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരിയിൽ ഒരുപാട് അഴുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് കോരി മാറ്റാം. മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊട്ടുകടല ഉണ്ടല്ലോ, പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്താൽ നെയ്ക്കകത്തൊന്ന് ഫ്രൈ ആണ്. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ളും നിങ്ങൾക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ എള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തേങ്ങ ചിരകിയത് മൊത്തത്തോടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ ചിരകിയത് ആ നെയ്യുടെ കുറച്ചുണ്ടായിരുന്ന അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിലെ ഒരു ജലാംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു 7-8 ദിവസമൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്കും കേടാകാതിരിക്കാനാട്ടോ. അങ്ങനെ തേങ്ങയൊന്ന് ചൂടാക്കി മാറ്റി വെച്ചതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര പാനിയാക്കി വെച്ചിരുന്നതാണ്. നമ്മൾ എടുക്കുന്ന അവലിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ശർക്കര പാനിയുടെ അളവും തീരുമാനിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് ഒരു അളവ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ ശർക്കരയുടെയും മധുരത്തിലും അളവിലും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഞാൻ അത് കറക്റ്റായിട്ട് അളവ് പറയുന്നില്ല. എന്നാൽ പോലും ഏകദേശം ഒരളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 250 ഗ്രാം അവലിന് ഒരു 300 ഗ്രാം ശർക്കര എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശർക്കര പാനി ഒന്ന് പതിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വരണ്ട് യോജിച്ച് വരുമ്പോഴത്തേക്കും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വരട്ടിയെടുക്കുകയാണ്. അത് ഇങ്ങനെ വരണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഏലക്കായ, അതുപോലെ ജീരകം, ചുക്ക് ഇതെല്ലാം കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അവലിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിമിൽ തന്നെ ചൂടോടെ ശർക്കര പാനിയിലേക്ക് അവലിടുമ്പോഴാണ് ഈ അവൽ ഹാർഡായി പോകുന്നത്. അങ്ങനെ അവൽ ഹാർഡായി പോകാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് അവൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ അതിന് മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ പൊട്ടുകടല ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം, കാരണം അത് അവിടെ ഇരുന്ന് അതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവൽ വിളയിച്ച് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊരു കുപ്പി ഭരണിയിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ഇതൊരു 6-7 ദിവസമൊക്കെ എന്തായാലും ഇരിക്കും. അതിൽ കൂടുതൽ ഇരിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.